ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലർ തിരക്കേറിയ വഴികളിലൂടെ പോലും ഒറ്റയ്ക്ക് നടക്കാൻ തിരഞ്ഞെടുക്കുന്നത്? അവർക്ക് കൂട്ടുകാരില്ലാത്തതുകൊണ്ടാണോ? അതോ മറ്റുള്ളവർ ഒരിക്കലും അനുഭവിക്കാത്തൊരു സമാധാനം അവർ ആ ഏകാന്ത നടത്തത്തിൽ കണ്ടെത്തിയതുകൊണ്ടാണോ? ഒരാളുടെ ഏറ്റവും വലിയ സംഭാഷണം ചിലപ്പോൾ മറ്റൊരാളുമായല്ല, സ്വന്തം മനസ്സുമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് ഏകാന്തതയുടെ അടയാളമാണോ, അതോ ഉള്ളിലെ ലോകത്തിലേക്കുള്ള ഒരു യാത്രയാണോ? രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു പാർക്കിലൂടെ നടക്കൂ. ചിലർ കൂട്ടമായി നടക്കും, ചിരിക്കും, സംസാരിക്കും. മറ്റു ചിലർ ഒന്നും പറയാതെ പതുക്കെ നടക്കും. അവരുടെ കണ്ണുകൾ മുന്നോട്ടായിരിക്കും. ചിലപ്പോൾ മരങ്ങളെ നോക്കും, ചിലപ്പോൾ ആകാശത്തെ നോക്കും, ചിലപ്പോൾ വെറുതെ നിലത്തേക്ക് നോക്കി നടക്കും. പുറത്തുനിന്ന് നോക്കുന്നവർ അവർ ഒറ്റപ്പെട്ടവരാണെന്ന് കരുതാം. എന്നാൽ അവരുടെ ഉള്ളിൽ ഒരുപാട് സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടാകാം. മനഃശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ മനസ്സ് ചില പ്രത്യേക നിമിഷങ്ങളിൽ പുറം ലോകത്തിൽ നിന്ന് ചെറിയൊരു അകലം ആഗ്രഹിക്കാറുണ്ടെന്നാണ്. ദിവസം മുഴുവൻ മനുഷ്യൻ സംസാരിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിന് സ്വന്തം ശബ്ദം കേൾക്കാൻ ഒരിടം വേണം. ചിലർക്ക് ആ ഇടം ഒരു മുറിയാണ്, ചിലർക്ക് അതൊരു പുസ്തകമാണ്, മറ്റു ചിലർക്ക് അത് ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു നടത്തമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വലിയൊരു പ്രശ്നം വന്നാൽ പലരും വെറുതെ നടക്കാൻ പോകും. കാരണം അവർ ലക്ഷ്യസ്ഥാനത്തെ അന്വേഷിക്കുന്നില്ല, വ്യക്തതയെ അന്വേഷിക്കുകയാണ്. നടക്കുമ്പോൾ ശരീരം മുന്നോട്ട് നീങ്ങും. അതോടൊപ്പം ചിലരുടെ ചിന്തകളും പതുക്കെ മുന്നോട്ട് നീങ്ങും. ഇരുന്ന് ആലോചിക്കുമ്പോൾ കുടുങ്ങിയതായി തോന്നിയ ചിന്തകൾ നടക്കുമ്പോൾ തുറക്കാൻ തുടങ്ങും. ഇത് പലരും അനുഭവിച്ചിട്ടുള്ള ഒരു സാധാരണ അനുഭവമാണ്. ശാസ്ത്രലോകത്തും സൃഷ്ടിപരമായ ചിന്തയും നടത്തവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നടക്കുമ്പോൾ ചിലർക്ക് പുതിയ ആശയങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭിക്കാമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. എല്ലാ ആളുകൾക്കും ഒരുപോലെ ബാധകമല്ലെങ്കിലും ചിലർക്കെങ്കിലും ശരീരത്തിന്റെ ചലനവും മനസ്സിന്റെ വ്യക്തതയും തമ്മിലൊരു ബന്ധം അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ചില എഴുത്തുകാരും ചിന്തകരും ഒറ്റയ്ക്കുള്ള നടത്തത്തെ ഒരു ശീലമാക്കിയിരുന്നത്. ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഏകാന്തത അനുഭവിക്കുന്നവരല്ല. ചിലർ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് ഏറ്റവും പൂർണ്ണത അനുഭവിക്കുന്നത്. സമൂഹം പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നവരെ ദുഃഖമുള്ളവരായി കാണാൻ ശ്രമിക്കും. പക്ഷേ ഏകാന്തതയും ഒറ്റയ്ക്കായിരിക്കുകയും ഒരേ കാര്യമല്ല. ഒരാൾ ജനക്കൂട്ടത്തിനിടയിലും ഏകാന്തനാകാം. മറ്റൊരാൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ഉള്ളിൽ സമാധാനത്തോടെ നിറഞ്ഞിരിക്കാം. ബാല്യകാല അനുഭവങ്ങളും ഇതിനെ സ്വാധീനിച്ചേക്കാം. ചില കുട്ടികൾ പ്രകൃതിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചാണ് വളരുന്നത്. ചിലർക്ക് ഒറ്റയ്ക്കുള്ള കളികൾ ഇഷ്ടമായിരിക്കും. ചിലർ സ്വന്തം ഭാവനയുടെ ലോകത്ത് ജീവിച്ചിരിക്കും. പിന്നീട് വളർന്നാലും അതേ സ്വഭാവം തുടരും. അവർക്ക് സ്വന്തം ചിന്തകളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ശിക്ഷയല്ല, സന്തോഷമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പഴയ ഓർമ്മകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? കാരണം നിശ്ശബ്ദത മനുഷ്യന്റെ ഓർമ്മകളെ ഉണർത്താറുണ്ട്. സംസാരത്തിന്റെ ശബ്ദം കുറയുമ്പോൾ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. പലപ്പോഴും നാം ഒഴിവാക്കിക്കൊണ്ടിരുന്ന ചോദ്യങ്ങൾ അപ്പോഴാണ് മുന്നിലേക്ക് വരുന്നത്. ഞാൻ ശരിക്കും സന്തോഷവാനാണോ? ഞാൻ ശരിയായ വഴിയിലാണോ? എനിക്ക് യഥാർത്ഥത്തിൽ വേണ്ടതെന്താണ്? ഈ ചോദ്യങ്ങൾ തിരക്കിൽ മുങ്ങിപ്പോകും. പക്ഷേ ഏകാന്തമായ നടത്തത്തിൽ അവ വീണ്ടും ഉയരും. ചിലർ ഒറ്റയ്ക്ക് നടക്കുന്നത് മനുഷ്യരെ വെറുത്തിട്ടല്ല, എല്ലാ ബന്ധങ്ങളിൽ നിന്നും ചെറിയൊരു ഇടവേള എടുക്കാൻ വേണ്ടിയാണ്. ഓരോ ബന്ധവും മനുഷ്യനിൽ നിന്നും മാനസിക ഊർജ്ജം ആവശ്യപ്പെടുന്നു. അത് നല്ല ബന്ധമാണെങ്കിലും ഊർജ്ജം ചെലവാകും. അതിനുശേഷം ചിലർ ആ ഊർജ്ജം തിരികെ നേടുന്നത് ഒറ്റയ്ക്കുള്ള സമയത്തിലൂടെയാണ്. ഇത് വ്യക്തിത്വത്തിലെ സ്വാഭാവികമായ ഒരു വ്യത്യാസമായിരിക്കാം. മണി സൈക്കോളജിയിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് ശാന്തമായി ചിന്തിക്കാൻ സമയം മാറ്റിവെക്കണമെന്ന് പറയാറുണ്ട്. കാരണം നിരന്തരമായ ശബ്ദവും സമ്മർദ്ദവും തീരുമാനങ്ങളുടെ ഗുണനിലവാരത്തെ ബാധിക്കാം. ജീവിതത്തിലും അതുതന്നെയാണ്. ചിലർ നടക്കുന്നത് ശരീരത്തിനു വേണ്ടി മാത്രമല്ല, ചിന്തകളെ ക്രമപ്പെടുത്താനാണ്. അവരുടെ നടത്തം ഒരു യാത്രയല്ല, ഒരു മാനസിക പുനഃക്രമീകരണമാണ്. ഇന്നത്തെ ലോകം മനുഷ്യനെ എല്ലായ്പ്പോഴും ബന്ധിപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. ഫോൺ, അറിയിപ്പുകൾ, സംഭാഷണങ്ങൾ, സോഷ്യൽ മീഡിയ, ഒരിക്കലും അവസാനിക്കാത്ത വിവരപ്രവാഹം. ഈ ശബ്ദത്തിനിടയിൽ ചിലർ ബോധപൂർവം ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിക്കുന്നു. കാരണം അവർ ലോകത്തിൽ നിന്ന് ഓടിപ്പോകുന്നില്ല, ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്ന് കുറച്ചു സമയം മാറി നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലർ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഫോൺ പോലും ഉപയോഗിക്കാറില്ല, സംഗീതം പോലും കേൾക്കാറില്ല. അവർ കാറ്റിന്റെ ശബ്ദം കേൾക്കും, പക്ഷികളുടെ ശബ്ദം കേൾക്കും, സ്വന്തം കാലടികളുടെ ശബ്ദം കേൾക്കും. ഈ ചെറിയ അനുഭവങ്ങൾ മനസ്സിനെ വർത്തമാന നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കാം. പലർക്കും അതൊരു സാധാരണ നടത്തമാണ്, ചിലർക്കത് ധ്യാനത്തിന് സമാനമായ അനുഭവമാണ്. ചില ആത്മീയ പാരമ്പര്യങ്ങൾ പറയുന്നത് പ്രകൃതിയിൽ നിശ്ശബ്ദമായി നടക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം ഉള്ളിലെ ബോധവുമായി കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടാമെന്നാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതയല്ല. എന്നാൽ പ്രകൃതിയിലൂടെയുള്ള നടത്തം മനസ്സിന് ശാന്തത നൽകുന്നതായി നിരവധി ആളുകൾ അനുഭവം പങ്കുവെക്കാറുണ്ട്. ചില പഠനങ്ങളും പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാകാമെന്ന് സൂചിപ്പിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് സംസാരിക്കുന്ന ചിലർ മറ്റൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു.
മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടാമെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവർ ഏകാന്തമായ നടത്തത്തെ സ്വന്തം ചിന്തകളെ ക്രമപ്പെടുത്താനുള്ള ഒരു മാർഗമായി കാണുന്നു. ഇത് ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്, തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ നിഗമനമല്ല. എന്നാൽ ശ്രദ്ധാപൂർവമായ നടത്തം ചിലർക്കെങ്കിലും മാനസിക വ്യക്തത നൽകുമെന്ന് മനഃശാസ്ത്രപരമായ സമീപനങ്ങളും സൂചിപ്പിക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ഒറ്റയ്ക്ക് നടക്കുന്നത് സമാധാനം നൽകുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യകരമാണ്. പക്ഷേ എല്ലാ മനുഷ്യബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്നു നിൽക്കാൻ മാത്രം ഒരാൾ നടത്തത്തെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു സൂചനയായേക്കാം. ഏകാന്തത ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം, മുഴുവൻ ജീവിതമാകരുത്. മനുഷ്യന് നിശ്ശബ്ദതയും ആവശ്യമാണ്, ബന്ധങ്ങളും ആവശ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ട മനുഷ്യനായതുകൊണ്ടല്ല, നിങ്ങളുടെ മനസ്സ് ശബ്ദത്തേക്കാൾ നിശ്ശബ്ദതയിൽ കൂടുതൽ വ്യക്തമായി സംസാരിക്കുന്നതുകൊണ്ടാകാം. ഒരുപക്ഷെ ആ നടത്തത്തിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് അകലുന്നില്ല, നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരികയാണ്. കാരണം ചില വഴികൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ വീണ്ടും കണ്ടെത്താൻ വേണ്ടിയാണ്. ഒരു ദിവസം നിങ്ങൾ ആ സത്യം തിരിച്ചറിയുമ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്നത് ഏകാന്തതയുടെ അടയാളമല്ലെന്ന് മനസ്സിലാകും. അത് സ്വന്തം മനസ്സുമായി വീണ്ടും സൗഹൃദം സ്ഥാപിക്കുന്ന ഏറ്റവും ശാന്തമായ യാത്രകളിലൊന്നാണെന്ന് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും.